ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയപുത്രൻ മൂലം നമ്മെ മക്കളായി ദത്തെടുത്ത പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം തൻ്റെ തിരുഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിച്ച ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാലസമ്പൂർണതയിൽ കന്യകയിൽ നിന്നും ജനിച്ച് നമ്മുടെ പാപങ്ങളുടെ കടം മുഴുവനും ഒടുക്കി തീർത്ത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ടവര് യാത്ര ചെയ്യുന്നവരുണ്ട്, രോഗാവസ്ഥയിൽ ഉള്ളവരുണ്ട്, മറ്റ് വിവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഇല്ലാതില്ല. കർത്താവ് അവരുടെയൊക്കെ ജീവിത വഴികളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം. ആ വാക്യങ്ങൾ തന്നെ നമുക്ക് ഒന്നും കൂടെ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടരാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അതുപോലെ ജഡരക്തങ്ങളോട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. സ്തോത്രം. മക്കൾ ജഡരക്തം നാമ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ചേർത്തും അങ്ങനെ പറയാം. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. കൂടാതെ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇത് ഭൂമിയിൽ വന്നത് എന്ന് ഏറ്റവും പ്രധാന വാക്യം ഇക്കപ്പെടുന്ന വാക്യം എന്ന് യോഹന്നാൻ 3 സ്നേഹിക്കും. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് രക്ഷയ്ക്ക് എല്ലാവർക്കും സാധ്യതയുണ്ട്. എല്ലാവർക്കും സാധ്യതയുണ്ട്. അത് പരിമിതപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവം വ്യവസ്ഥ വച്ചിട്ടുണ്ടെന്ന് മാത്രം. വിശ്വസിക്കുന്ന ഏവനും കർത്താവായ ആർക്കുവേണ്ടി യേശു മരിച്ചോ അവർ മാത്രം. അങ്ങനെയായിരുന്നെങ്കിൽ ലിമിറ്റഡ് അറ്റോൺമെന്റ് മരിച്ചതെന്ന് നമുക്ക് സമർത്ഥിക്കാമായിരുന്നു. എന്നാൽ എല്ലാവർക്കും വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നതും മരിച്ചതും. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും വ്യാപ്തി മനുഷ്യജാതിയോളമാണ്. അത് പരിമിതപ്പെട്ടിട്ടില്ല. സ്തോത്രം. The possibility and the volume of the result or the benefit or the profit of Jesus' human birth and atonement, it's not limited. It is open to all. Its volume is as the humanity is.
But the condition to activate, to actualize, to materialize, to receive that profit, God has put a condition. Believe. All those who believe should not be perished. സ്തോത്രം. അപ്പം മാനവജാതിയോളം വ്യാപ്തിയുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും ഫലമെന്നുള്ളത്. പക്ഷേ അത് സ്വായത്തമാക്കുവാൻ ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ് വിശ്വസിക്കുക. വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ, വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ. അപ്പോൾ മക്കൾ എന്നതിൻ്റെ പൊതുവായ അർത്ഥമാണ് നമ്മളിപ്പോൾ ഒന്നും കൂടെ എടുത്തു പറഞ്ഞത്, സകല മാനവജാതി. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നാം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് വിശ്വാസത്താലാണ്, വീണ്ടും ജനനത്താലാണ്, ദത്തെടുപ്പിനാലാണ്. We become God's children by faith as per John 1:12. സ്തോത്രം. യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ നാം ദൈവമക്കളാകുന്നു. യോഹന്നാൻ 1:12. By new birth or by rebirth we become God's children. John chapter 3. യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വേറെയും വാക്യങ്ങളുണ്ട്. നാം വീണ്ടും ജനനത്താൽ അഥവാ പുതുജനനത്താൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. സ്തോത്രം. മറ്റൊന്നാണ് ബൈ അഡോപ്ഷൻ, ദത്തെടുപ്പിനാൽ. നാം റോമാലേഖനം 8-ാം അധ്യായത്തിലും ഗലാത്യർക്കുള്ള ലേഖനം 2-ഉം 3-ഉം അധ്യായങ്ങളിലും, കൂടാതെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിലുമൊക്കെ അത് കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശ്വാസത്താലും വീണ്ടും ജനനത്താലും ദത്തെടുപ്പിനാലുമൊക്കെ മക്കളായിത്തീർന്ന നമ്മെക്കുറിച്ചും അവിടെ പരാമർശമാണെന്ന് നമുക്ക് രണ്ടാം അർത്ഥത്തിൽ മനസ്സിലാക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്. ജഡരക്തങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടു, മർത്യമായ ശരീരം. ഏതാണ്ട് 8-9ഓളം പ്രത്യേകതകളുള്ള ശരീരമാണ് മർത്യശരീരം. നമ്മുടേത് പോലെയുള്ള ശരീരം. വ്യത്യാസം ഒന്ന് മാത്രം, യേശുക്രിസ്തുവിൻ്റെ ജഡശരീരത്തിന് നമ്മുടേത് പാപജഡമാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റേത് പാപജഡത്തിൻ്റെ സാദൃശ്യം മാത്രമായിരുന്നു. റോമർ 8:3 നമ്മളത് കണ്ടു. നമ്മിൽ പാപം വസിക്കുന്നു, എന്നാൽ യേശുവിൽ പാപം ഇല്ല. 1 യോഹന്നാൻ 3:5 നമ്മളത് കണ്ടു. അങ്ങനെ പാപത്തിൻ്റെ വിഷയത്തിൽ മാത്രം നാമും ക്രിസ്തുവും തമ്മിൽ വ്യത്യസ്തരാണ്, ജഡധാരണവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ യേശുക്രിസ്തു നമ്മുടേതിന് തുല്യമായ ജഡം, മർത്യശരീരം, ദ്രവത്വമുള്ള ശരീരം, താഴ്ചയുള്ള ശരീരം, അപമാനമുള്ള ശരീരം, ക്ഷയമയമായ ശരീരം, മൺമയമായ ശരീരം, ഒന്നാമത്തെ ആദാമിൻ്റേതിനോട് സമമായ ശരീരം എടുത്തു എന്നാണ് നമ്മൾ കണ്ടത്. എന്തിനു വേണ്ടി എന്നായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. പ്രധാനമായും 4 കാര്യങ്ങളാണ്.
എബ്രായർ 2:14-15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മോട് സകലത്തിലും താതാത്മ്യപ്പെടേണ്ടതിന്, മരിക്കേണ്ടതിന്, പിശാചിനെ നീക്കേണ്ടതിന്, മരണഭീതിയിൽ അടിമകളായ മനുഷ്യജാതിയെ വിടുവിക്കേണ്ടതിന്. സ്തോത്രം. വിടുവിക്കേണ്ടതിന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില വസ്തുതകളായിരുന്നു ഇന്നലെ നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത്. സ്തോത്രം. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമുക്കടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നുമില്ല എങ്കിൽ നമ്മൾ വീണ്ടും എബ്രായർ 2:14-15 പോവുകയാണ്. സ്തോത്രം. എബ്രായർ 2:14-15 നമ്മളിപ്പോൾ കാണുന്നത് യേശുക്രിസ്തു നമ്മൾ കണ്ടു മരിച്ചു, ക്രൂശിൽ മരിച്ചു. മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. ജീവപര്യന്തം അടിമകളായിരുന്നെന്നാണ് കാണുന്നത്. അപ്പോൾ മനുഷ്യന്റെ പലതരത്തിലുള്ള അടിമത്വങ്ങൾ ഉള്ളതിൽ ഒരടിമത്വമാണ് ഇവിടെ പറയുന്ന മരണഭീതി. മരണഭീതി. Human beings are addicted to or slaves to many things. And one of them is fear of death. Fear of death. മനുഷ്യജാതി പലതിനും അടിമകളാണ്. പലതിനും. അതിൽ ഒന്നാണ് നാം ഇവിടെ കാണുന്ന മരണഭീതി. ജീവിച്ചിരിക്കുന്ന സകലരും മരണഭീതിക്ക് അടിമകളാണ്. സകല മനുഷ്യരും. In general way, the entire humanity, rather the entire living world is under the slavery of death and fear of death. ലോകത്തുള്ള